ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയില്ല കുറച്ച് നല്ല ടിപ്സ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ നോമ്പിന് മുന്നേ ആയിട്ട് നമ്മൾ മല്ലി, മുളക്, അതുപോലെ നമ്മൾ അരിയൊക്കെ പൊടിച്ച് റെഡിയാക്കി വെക്കും അല്ലേ. അപ്പോൾ നമ്മൾ വീടൊക്കെ നല്ല ക്ലീൻ ആക്കി വെക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ മല്ലി പൊടിക്കുമ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് സാധനം കൂടി ചേർത്തിട്ട് നമ്മൾ മല്ലി പൊടിക്കുകയാണെങ്കിൽ നല്ല കിട്ടിയിലും ടേസ്റ്റ് ആയിട്ടുള്ള കറിയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ മല്ലിയും മുളകും ഒക്കെ നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെയിലത്ത് ഉണക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉണങ്ങി വരട്ടെ. ഇനി നമുക്ക് അതിന് മുമ്പായിട്ട് പിന്നെ ഞാൻ നമ്മുടെ ഒറോട്ടിക്ക് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ആദ്യം ഇതിലേക്ക് ഒരു 2 കിലോ പച്ചരി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 3 കിലോ നൂർജഹാൻ അരിയും 3 കിലോ റേഷൻ അരി കൂടിയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റേഷൻ അരി ഇല്ലെങ്കിൽ നമ്മുടെ ശിവ അരിയില്ലേ, ബോധന അരി എന്ന് പറയുന്ന ആ ഒരു അരി 3 കിലോന് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒരു 3-4 തവണ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാനൊരു 4 പ്രാവശ്യം ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സ്ട്രെയിനറിൽ ആക്കിയിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് കോരിയിട്ട് ഒരു വലിയൊരു ചെമ്പിലോട്ട് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുക്കുന്നില്ലേ, അതുപോലെ ഒന്ന് ഒരു 3-4 മണിക്കൂർ ഇതുപോലെ ഒന്ന് ഊറ്റിയെടുക്കാം. അങ്ങനെ ഞാൻ ഇതുപോലെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ ഇതാ മില്ലിൽ നിന്നും പൊടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒറോട്ടിക്ക് നമുക്ക് 1 മാസം വരെ ഉപയോഗിക്കാനുള്ള പൊടിയാണിത്. നമ്മൾ ഇതിനെ കൊണ്ട് നെയ്പത്തിരി, കല്ലുമ്മക്കായി ഇതൊക്കെ ഈ ഒരു പൊടി കൊണ്ടാണ് റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് മല്ലി എങ്ങനെയാണ് പൊടിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ആ കഴുകി ഉണക്കിയ മല്ലിയിൽ നിന്നും ഒരു 300 ഗ്രാമോളം ഞാൻ ഈ ഒരു മല്ലി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയെല്ലാം പൊടിക്കാൻ വേണ്ടിയിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മല്ലി ഞാൻ നോമ്പിന് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സോസ് പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു മല്ലി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണ് കുരുമുളകാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ വലിയ ജീരകം, പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം, ചൂടാക്കിയെടുക്കാം. അങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ മല്ലിയും പിന്നെ നമ്മുടെ കുരുമുളകും വലിയ ജീരകമൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ ഇത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് ഇതിൻ്റെ ചൂടൊന്ന് ആറണം. നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയൊന്ന് കരിഞ്ഞു പോകും. നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്നും വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു പ്ലേറ്റിലോട്ട് തന്നെയാണ് മാറ്റിയെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കിട്ടണം. ഈ ഒരു ചൂട് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടിയാൽ മതി. നന്നായിട്ട് ചൂട് കുറയേണ്ട ആവശ്യമില്ല. ചെറിയൊരു ചൂടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ചെറിയ ജാറിലല്ല, മിക്സിയുടെ നടുവിലുണ്ടാകുന്ന 2ാമത്തെ ജാറിലാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ബാച്ച് ഞാൻ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു അരിപ്പ എടുത്തിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഇതൊന്ന് അരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാനിതാ മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം.
ഒട്ടും നനവില്ലാതെ നല്ലൊരു ബോട്ടിലോട്ടാണ് ഞാൻ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ബോട്ടിലിൽ ഒട്ടും നനവുണ്ടാവരുത്. അപ്പോൾ ഇതാ നമുക്ക് ഇത് നോമ്പിന് ബീഫ് കറി അതുപോലെ ചിക്കൻ കറി എല്ലാം വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. മല്ലി പൊടിച്ചതൊന്നും ഇതുപോലെ റെഡിയാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ നോമ്പിനേക്ക് റെഡിയാക്കി വെച്ചതാണ്. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ മല്ലിയൊക്കെ പൊടിക്കുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്